ആലോചിക്കണം, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി സത്യത്തിൽ ചെറിയ രീതിയിൽ എമേർജ് ചെയ്ത് വരുന്നേ ഉള്ളൂ. നാട്ടുകാർക്ക് എല്ലാം ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് പലരും ഇപ്പോഴും പല മണി ചെയിൻ കമ്പനികളിലും പെട്ടുപോകുന്നത്. കറക്റ്റ് അല്ലേ? ഇവിടെ ഐഡിയസ് ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്യാതെ സ്വന്തം വീട്ടിലേക്ക് അവനവന് വേണ്ട നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ തയ്യാറാവുകയും മറ്റുള്ളവരുടെ, അതായത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വാങ്ങി ഉപയോഗിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതിലൂടെ ഇന്ത്യയിലെ നമ്പർ 1 കോടീശ്വരന്മാരാവാനുള്ള അവസരമാണ് MI ലൈഫ്സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്ക് തരുന്നത്. നോക്കൂ, സോപ്പും പേസ്റ്റും മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കമ്പനി മാനേജ്മെന്റ് നമുക്ക് തന്നിരിക്കുന്ന 7ഓളം ബ്രാൻഡുകളുണ്ട്. അതിൽ എലമെന്റ്സ് എന്ന് പറയുന്നത് പ്യൂർ ആയുർവേദിക് ആണ്, ഇന്ത്യൻ തനത് ആയുർവേദിക് പ്രോഡക്ട്സ് ആണ്, വെൽനസ് കാറ്റഗറിയിൽപ്പെടുന്ന പ്രോഡക്ട്സ് ആണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സൈഡ് എഫക്ട്സ് ഇല്ലാതെ നമുക്ക് ഏവർക്കും ഫുഡ് സപ്ലിമെന്റ് രൂപത്തിൽ കഴിക്കാൻ പറ്റും. കറക്റ്റ് അല്ലേ? ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ഇൽനെസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെ, ഇൽനെസ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. വെൽനസ് പോൾസെയിൻ പിൽസർ എന്ന് പറയുന്ന ലോകോത്തര എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദീർഘവീക്ഷണമുള്ള ജ്ഞാനിയായ ഒരു മനുഷ്യനാണ്. അമേരിക്കയിലുള്ള ഒരു വലിയ സയന്റിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞു, 2003 അദ്ദേഹം പറഞ്ഞത്, ഇനി വരുന്ന കാലഘട്ടം വെൽനസ് ഇൻഡസ്ട്രിയുടെ കാലഘട്ടമായിരിക്കുന്നു. ഐഡിയസ് അർത്ഥവത്തായിരിക്കുന്നു. 2025 വെൽനസ് ഇൻഡസ്ട്രിയുടെ കൊടുകുത്തി വാഴുന്ന അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ എന്താ പറയുന്നത് ഉത്തമ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോടികളുടെ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയായി വെൽനസ് ഇൻഡസ്ട്രിയും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയും മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു സാധ്യത കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ രീതിയിൽ ഇത് ഏറ്റെടുക്കണം. അങ്ങനെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചു ഒത്തിരി ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി. കുറെ ആളുകൾ ഈ ബിസിനസ് ഏറ്റെടുക്കാത്തതില്ല. കാരണം ഇത്രയും പഠിച്ചിട്ട് വീട് വീടാന്തരം സോപ്പും പേസ്റ്റും വിൽക്കണ്ടേ, ബാഗിൽ എടുത്തു കൊണ്ടുപോയി കൊടുക്കണ്ടേ എന്ന് പറയുന്നത് ഒരു മോശം കൺസെപ്റ്റ് ആയിട്ട് കാണുന്നത് കൊണ്ടാണ്. ആണോ അല്ലയോ? കറക്റ്റ് അല്ലേ മൈഡിയേഴ്സ്? ഇപ്പോഴും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. കുറെ ആൾ പറഞ്ഞു, ഞാൻ ഇത്രയും വരെ പഠിച്ചിട്ട് എങ്ങനെയാണോ സോപ്പും പേസ്റ്റും കൊണ്ടു കൊടുക്കുക? കറക്റ്റ് അല്ലേ മൈഡിയേഴ്സ്? ഒരു കാര്യം ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, നിങ്ങൾ സോപ്പും പേസ്റ്റും വിൽക്കുന്നവരല്ല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോടികളുടെ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വേൾഡിൽ തന്നെ വെൽനസ് ഇൻഡസ്ട്രി, പേഴ്സണൽ കെയർ ഇൻഡസ്ട്രി, ആഗ്രോ ഇൻഡസ്ട്രി, ന്യൂട്രീഷൻ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ കോസ്മെറ്റിക് ഇൻഡസ്ട്രി, അങ്ങനെയുള്ള 6ഓളം ഇൻഡസ്ട്രികൾ. നോക്കൂ, സോപ്പും പേസ്റ്റും വാങ്ങിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ആരായിട്ട് മാറുന്നത്? വ്യവസായികളായിട്ട് മാറാനുള്ള അവസരമാണ് മൈ ലൈഫ്സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനി നമുക്ക് തന്നിരിക്കുന്നത്. അല്ലാതെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും കളിയാക്കുന്നത് പോലെ ആളെ പിടിക്കുന്ന പരിപാടിയല്ല ഇത്. ആളെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല മൈഡിയസ്. ജാഥക്ക് പോകാനൊന്നും ആള് വേണ്ട. ഇവിടെ സാധനം വാങ്ങുക, ഉപയോഗിക്കുക. സാധനം